ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല. 23 സങ്കീർത്തനം 1 മുതൽ 6 വരെ. ധ്യാനത്തിനായിട്ട് 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മനുഷ്യനില്ലാതാക്കി തീർക്കുന്ന പൈശാചിക ശക്തികൾ ഇത്തിക്കണ്ണികളെ പോലെ മനുഷ്യരിൽ പറ്റിക്കൂടാറുണ്ട്. അവ മനുഷ്യൻ്റെ ജീവരസം നുകർന്നുകൊണ്ട് ജീവിക്കുന്നു. അതോടെ മനുഷ്യൻ വാടി ഉണങ്ങിപ്പോകുന്നു. മനുഷ്യനെ നശിപ്പിക്കുന്ന ഇത്തിക്കണ്ണികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ദൈവത്തിൽ നിന്ന് നാം ആർജിക്കണം. ചിലർ ബുദ്ധിപരവും തത്വചിന്താപരവും യുക്തിപരവുമായ ചിന്തയുടെ കുഴൽ കണ്ണടിയിലൂടെയാണ് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ദൈവത്തെ കണ്ടെത്താനും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കുവാനും കഴിയാതെ വരുമ്പോൾ ചിലർ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ ലിയനാർഡ് ഗ്രിഫ്റ്റ് എന്ന ഗ്രന്ഥകാരനെ ഒരാൾ ഫോണിൽ വിളിച്ച് പേര് വെളിപ്പെടുത്താതെ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണ്. അതൊരു യാദൃശ്ചിക സംഭവമാണെന്ന് ധരിക്കത്തക്കവണ്ണം വേണ്ട മുൻകരുതലുകൾ ഞാൻ ചെയ്യും. എന്നാൽ ഒരു കാര്യം എന്നെ പിറകോട്ട് പിടിച്ചു നിർത്തുന്നു. മരിച്ച ശേഷം ദൈവത്തെ നേരിടേണ്ടി വരുമോ? അതേപ്പറ്റി താങ്കളുടെ അഭിപ്രായം തുറന്നു പറയുമോ? 139-ാം സങ്കീർത്തനം വായിച്ചു നോക്കുവാൻ അദ്ദേഹം ആ ആളിനോട് അഭ്യർത്ഥിച്ചു. പിന്നീട് മനസ്സിൻ്റെ എല്ലാ ജാലകങ്ങളും അടച്ചിട്ട് കൊണ്ട് ദൈവം വെറും മിഥ്യയാണെന്ന് നീ നിന്നോട് തന്നെ പറയുക. അതുപോലെ തന്നെ കണ്ണടച്ചുകൊണ്ട് നിൻ്റെ ചുറ്റും വെളിച്ചമില്ലെന്ന് നിനക്ക് പറയുവാൻ കഴിയും. ദൈവമില്ലാത്ത ഒരു സ്ഥലവുമില്ലെന്ന് മേൽപ്പറഞ്ഞ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തെ വിട്ട് മനുഷ്യന് എങ്ങോട്ടും ഓടി രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഇരുളും വെളിച്ചവും അവിടത്തേക്ക് ഒരുപോലെയാവുന്നു. നാസ്തികതയുടെ ഇരുൾ സ്വയം നിർമ്മിച്ചുകൊണ്ട് അതിലൊതുങ്ങിക്കൂടാൻ ചിലർ ശ്രമിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് അവർ മറഞ്ഞിരിക്കുന്നില്ല. ഇരുളിൻ്റെ മറയത്ത് നീ ചെയ്യുന്ന സകല പ്രവൃത്തികളും അവിടുന്ന് കാണുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിരൂപിക്കുന്നതും എല്ലാം അവിടുന്ന് അറിയുന്നു. എന്നാൽ കുറ്റവാളിയെ തന്ത്രത്തിൽ പിടികൂടി ലോക്കപ്പിൽ അടയ്ക്കുവാൻ അയാളെ തേടിപ്പുറപ്പെടുന്ന പോലീസുകാരനല്ല ദൈവമെന്ന് ഗ്രിഫ്റ്റ് പറയുന്നു. പിന്നെയോ കൂട്ടം വിട്ട് വഴിതെറ്റി അലയുന്ന ആടിനെ ഹിംസ്ര ജന്തുക്കളുടെ അധിവാസ കേന്ദ്രമായ കാട്ടിൽ നിന്ന് തേടിപ്പിടിച്ച് തോളിലേറ്റിക്കൊണ്ടുവരുന്ന ഇടയനാണ് ദൈവം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഇടയനെ നമ്മുടെ രക്ഷാകർതൃ സ്ഥാനം ഏൽപ്പിക്കുക മാത്രമേ നമുക്ക് കരുണീയമായിട്ടുള്ളൂ. വഴിതെറ്റി പോകുന്നവർ പോയി തൊലയട്ടെ എന്ന് വയ്ക്കാതെ അവിടുന്ന് തേടിപ്പിടിച്ച് രക്ഷിക്കുന്നു. ഋഗ്വേദത്തിൽ ഒരു ഋഷിയുടെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നു: ജഗദീശ്വര, അങ്ങ് രക്ഷാകർതൃ സ്ഥാനം ഏറ്റെടുക്കണമേ. ഇത് തന്നെയായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന. ഓർക്കണമേ, ഹൃദയത്തിൽ ദൈവമുണ്ടെങ്കിൽ യഥാർത്ഥ സന്തോഷവുമുണ്ട്. 139-ാം സങ്കീർത്തനം 17-ാം വാക്യം. ദൈവമേ, നിൻ്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകെത്തുകയും എത്ര വലിയത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.